അഭിലാഷ, ഇതിൽ ഇനി കൂടുതൽ സാങ്കേതിക സൗകര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇന്നിപ്പോൾ ഈശ്വർ മാൽപ്പെ ഇറങ്ങി ലോറി ലൊക്കേറ്റ് ചെയ്ത് പോലും അത് പുറത്തെടുക്കുക എന്നത് വലിയ ശ്രമകരമായൊരു കാര്യമാണ്. ഇപ്പോൾ അടിയൊഴുക്ക് കുറഞ്ഞ സമയത്ത് ആണ് ഈശ്വർ മാൽപ്പയും പറയുന്നുണ്ടായിരുന്നു മഴ പെയ്താൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ദൗത്യം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുക എന്നതാണ്. കൂടുതൽ സാങ്കേതിക സൗകര്യങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. ഈ ഡ്രഡ്ജർ എത്തിക്കുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്നൊരു ചോദ്യവുമുണ്ട്. തീർച്ചയായിട്ടും ഇതിലാണ് കാർവാർ MLAയുടെ ഭാഗത്തു നിന്നൊരു വിമർശനം ഉയർന്നു വരുന്നത്. കാരണം ഡ്രഡ്ജർ കേരളത്തിൽ നിന്ന് എത്തിക്കാം എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു വാഗ്ദാനം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടന്നെങ്കിൽ പോലും അത് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴും അത്തരത്തിൽ ഡ്രഡ്ജറുകൾ എത്തിക്കാനുള്ള ശ്രമം തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ഏതായാലും ഡ്രഡ്ജർ എത്തിച്ചാൽ മാത്രമേ ഒരു പക്ഷേ ഈ മണ്ണിൽ പുതഞ്ഞു നിൽക്കുന്ന നിലയിലാണ് ട്രക്ക് ഉള്ളതെങ്കിൽ അത് മാറ്റിക്കൊണ്ട് വേണം ഈ ട്രക്കിനെ ഉയർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്യേണ്ടത്. അതൊരു സാങ്കേതികമായൊരു വിഷയം തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ മുമ്പായി തന്നെ ഈ ട്രക്ക് എങ്ങനെയാണ് ഈ പുഴയിൽ ഈ മണ്ണിൽ കിടക്കുന്നത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിൽ കണ്ടെത്തിയാൽ മാത്രമേ ഇതൊരു ഡ്രഡ്ജർ വേണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപകരണങ്ങൾ വേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ മനസ്സിലാക്കാൻ കഴിയുമോ. അത്തരത്തിൽ ഡ്രഡ്ജർ വേണ്ടി വന്നാൽ അത് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗോവയിൽ നിന്നോ മറ്റെവിടെയെങ്കിലും നിന്നോ ഇത് ഡ്രഡ്ജർ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് MLAയുടെ ഭാഗത്തു നിന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ്. കാരണം രാവിലെ 9 മണിക്ക് തെരച്ചിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. നാവികസേന ഇവിടേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ കാർവാറിൽ നാവിക സംഘം പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഒരു അനുമതി നൽകാത്തൊരു സാഹചര്യത്തിൽ നാവികസേന ഇങ്ങോട്ട് വരികയും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് സോണാർ പരിശോധനയായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്താൻ ഒരു തീരുമാനമെങ്കിൽ ഈ ഡൈവർമാർക്ക് നദിയിൽ മുങ്ങാനുള്ള അവസരം അല്ലെങ്കിൽ അനുവാദം നൽകാത്തതിനെ തുടർന്ന് സോണാർ പരിശോധന പോലും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരുന്നു നാവികസേന എത്തിയത്. അതിന് പിന്നാലെ തന്നെയാണ് ഈശ്വർ മാൽപ്പയും ഇവിടേക്ക് 11 മണിയോട് കൂടി എത്തുമെന്ന് അറിയിച്ചത്. പക്ഷേ ജില്ലാ ഭരണകൂടം ഈശ്വർ മാൽപ്പയ്ക്കും അനുമതി നൽകിയിരുന്നില്ല. ഇപ്പോൾ കാർവാർ MLA എത്തിയതോടു കൂടിയാണ് ഈശ്വർ മാൽപ്പയെ വിളിച്ചു വരുത്തി അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഈശ്വർ മാൽപ്പയ്ക്ക് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്, അനുവാദം നൽകിയിരിക്കുന്നത്. ഈശ്വർ മാൽപ്പെ ഏതാണ്ട് അരമണിക്കൂറുകൾക്കകം തന്നെ ഈ പുഴയിൽ ഇറങ്ങി പരിശോധന തുടങ്ങുമെന്നാണ് നമുക്ക് അറിയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളുമായി തന്നെ വരുന്നു. അതിൽ പ്രധാനമായും ഈ ട്രക്ക് എങ്ങനെ കിടക്കുന്നു എന്നുള്ള കാര്യത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കണ്ടെത്തിയാൽ അതിനാവശ്യമായ ഉപകരണങ്ങൾ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് കാർവാർ MLAയുടെ ഭാഗത്തും വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ മാൽപ്പെ വെള്ളത്തിനടിയിൽ ഊളിയിട്ട് ഈ ട്രക്കിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് അനുകൂലമായ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ 2 നോട്ട് മാത്രമാണ് പുഴയിലെ വേഗത എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പുഴയിൽ ഏത് തരത്തിലുള്ള പരിശോധന നടത്താനും ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും കഴിയുമെന്നുള്ളതാണ്. ആ ഒരു പരിശോധനയ്ക്കാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ തുടക്കം കുറിക്കാൻ പോകുന്നത്. ശരി, AK അഭിലാഷ, നമുക്ക് മഞ്ചേശ്വരം MLA ഒപ്പം അർജുൻ്റെ ബന്ധുക്കൾ ഇവരുടെയൊക്കെ കൂടി പ്രതികരണം തേടാമെന്ന് തോന്നുന്നു. കാരണം വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ അവിടെ എത്തുമ്പോൾ, ഷിരൂരിലെത്തുമ്പോൾ അദ്ദേഹം അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ നടത്താൻ ഒരുങ്ങുമ്പോൾ നമുക്കുള്ളത്. ഒന്നും ചെയ്യാത്തിടത്തു നിന്ന് ഈശ്വർ മാൽപ്പയെ പോലൊരാൾ അവിടെ നേരത്തെ തന്നെ പ്രാദേശികമായി അവിടെ മുങ്ങി തിരച്ചിൽ നടത്തുന്നതിൽ വൈദഗ്ധ്യമുള്ളയാളാണ്. അർജുൻ്റെ കുടുംബവും അദ്ദേഹത്തെ പുഴയിൽ ഇറക്കണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനിപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ഒന്നും തന്നെ ഈ അനുമതി ലഭിച്ചിരുന്നില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നു. കാർവാർ MLA അവിടെ തന്നെയുണ്ട്, മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഉണ്ട്, അർജുൻ്റെ ബന്ധുക്കളുണ്ട്, എല്ലാവരും അവിടെയുണ്ട്. അല്പസമയത്തിനകം തന്നെ ദൗത്യം തുടങ്ങുന്നു. വീണ്ടും ഷിരൂരിൽ ദൗത്യം തുടങ്ങുന്നു എന്ന ഏറെ പ്രതീക്ഷ നൽകുന്ന വാർത്ത തന്നെയാണ് ഈ നിമിഷം നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഹൈക്കോടതി ഉത്തരവിന് ശേഷം അവിടെ തെരച്ചിൽ നടത്താൻ സർക്കാർ സജ്ജമായിരുന്നു. അതിന് പിന്നാലെ പക്ഷേ എങ്ങനെ തെരച്ചിൽ നടത്തും, ആര് തെരച്ചിൽ നടത്തും, അതിൽ ഏകോപനം ആര് നിർവഹിക്കും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവ്യക്തതയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാർവാർ MLA തന്നെ നേരിട്ട് അവിടെ സ്ഥലത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം ഈശ്വർ മാൽപ്പയെയും സംഘത്തെയും വിളിച്ചു വരുത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അവർ തിരച്ചിൽ നടത്താൻ പോവുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളിലാണ് അവർ. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഗംഗാവലി പുഴയിൽ ഇറങ്ങി തിരച്ചിൽ നടത്തും. ഇതിലേറ്റവും നിർണായകം അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 സിഗ്നലുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്താൻ പ്രധാനമായും പോകുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയൊക്കെ തന്നെയായി നാവികസേന നടത്തിയ സോളാർ പരിശോധന തന്നെയാണ്.